സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നിയൊരു കാര്യത്തെപ്പറ്റി പറയാനാണ്. അതായത് ഒരു തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു സന്ദേശം നൽകി അല്ലെങ്കിൽ മറ്റുള്ള മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കുമായിട്ടൊരു സന്ദേശം നൽകിയ ഒരു വ്യക്തിയെ പറ്റി പറയാനായിട്ടാണ്. ആ വ്യക്തിയുടെ പേര് അനന്തു എന്നാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട് കോട്ടയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാനായിട്ടും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളിൽ എന്താണ് പിന്നീട് തുടർ നടപടികൾ ഉണ്ടായിട്ടുള്ളതെന്നും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്നലകളിലും ഇന്നുമെല്ലാം സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പീഡനങ്ങളും ഒക്കെ നമ്മൾ പലതവണയായിട്ട് ന്യൂസുകളിലും എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്താണല്ലേ. അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഏതുമായിക്കോട്ടെ, ഇനി ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, എല്ലായിടത്തും ഇതിനെപ്പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ അനന്തു എന്ന് പറയുന്ന ആ ഒരു പാവം പിടിച്ച പയ്യൻ, 26 വയസ്സുള്ള ഒരു പയ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹം ആ കുറിച്ചിട്ടിരിക്കുന്ന കുറിപ്പിനെ പറ്റിയോ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആകെ ഞാൻ കണ്ടത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നൊരു യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ ചാനലിലുള്ള ഒരു വീഡിയോ മാത്രമാണ്. അല്ലാതെ ഇതിനെപ്പറ്റി ഒരാൾ പോലും ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ മരിച്ചതൊരു പയ്യനാണ്. ആ മരിച്ചത് പയ്യനായതുകൊണ്ട് മാത്രമാണോ ആ പയ്യൻ മരണപ്പെടാനുണ്ടായ കാരണം? അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലുള്ള ആളുകളുടെ തന്തയ്ക്ക് പിറക്കാഴികയാണ്. ശുദ്ധമായിട്ട് പറഞ്ഞാൽ തന്തയ്ക്ക് പിറക്കാഴിക കാരണമാണ് ആ പയ്യൻ മരണപ്പെട്ടത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? RSS എന്ന് പറയുന്ന പാർട്ടിയാണ് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് മതപഠന കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ അവർക്ക് മദ്രസയുണ്ട്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് സൺഡേ സ്കൂളുണ്ട്, ഇനി ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ബാലസംഘം, ബാലവാഹിനി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഈ പറയുന്ന സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഇവർ ചെയ്യുന്നത്? കുട്ടികളെ മതപരവും സാംസ്കാരികപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ സ്വായുദ്ധരാക്കുക, അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ കൊടുക്കുക. അവർക്ക് ഈ മതം എങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെട്ടു വന്നത്, അല്ലെങ്കിൽ മതം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇടകലർന്ന് നിൽക്കുന്നത്, എന്താണ് നമ്മുടെ സമൂഹത്തിലെ മതങ്ങളുടെയൊക്കെ ആവശ്യകത എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയാണല്ലേ പഠിപ്പിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് ബാലസംഘ കേന്ദ്രങ്ങളുണ്ട്. അതേപോലെ തന്നെ RSS നടത്തുന്ന കുറേയൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ വീട്ടിലൊക്കെ പഠിപ്പിക്കാനായിട്ട് സാഹചര്യങ്ങൾ മോശമായിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ഈ കുട്ടികളെ ഓർഫനേജ് പോലെ ഇവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്ത് നടത്തുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള പൈസയും ഇതെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു സ്വയം സേവക സംഘം പോലെ, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഒരു ഓർഫനേജ് പോലെ നല്ല രീതിയിൽ ഫണ്ടൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഈ സാങ്ഷൻ ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ അവിടെയായിരുന്നു കുറേ നാൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെയായിരുന്നു, അവരുടെ ആശ്രയത്തിലായിരുന്നു അവൻ വളർന്നിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ അവിടെയൊക്കെ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ്, മറ്റാരും ചെയ്യാത്തൊരു പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ കൂടി ചൂഷണം കൂടി വന്നാലോ? നമുക്കറിയാം, പെൺകുട്ടികൾക്കെതിരെ വലിയ രീതിയിലുള്ള അബ്യൂസ്മെൻ്റ് ഒക്കെ പല രീതിയിലും പല സമയങ്ങളിലും ഒക്കെ മാധ്യമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് അനന്തു എന്ന് പറയുന്ന യുവാവിന് 26 വയസ്സുണ്ട്. അവൻ 4 വയസ്സ് മുതൽ പീഡനത്തിന് ഇരയാക്കപ്പെടുകയായിരുന്നു അത്രയെന്നാണ് അവൻ പറയുന്നത്. അവൻ OCD പേഷ്യൻ്റ് കൂടിയായിരുന്നു. അതും ഈ ഒരു കാരണങ്ങളാൽ മാത്രമാണ് അവൻ അങ്ങനെ ഉണ്ടായതെന്നാണ് അവൻ പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ നിർബന്ധപൂർവ്വം ഈ മതപഠനം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുമ്പോൾ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ടേക്ക് മതപഠനം എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങളും ഇതുപോലത്തെ പിതൃശൂന്യത്തരവുമൊക്കെ അതിനൊക്കെ ഇരയാക്കപ്പെടേണ്ടി വരുന്ന ആ കുട്ടികളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് പ്ലേ ചെയ്തതാണ്. അതായത് സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് മാത്രം പഠിക്കാനായിട്ടൊരു സംഘടനയോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സംവിധാനവും ഇല്ല, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് സ്കൂളുകളും അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് പഠിക്കാനാണ്? മതപഠനം. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത്, നിങ്ങളുടെ MLA പറയും, അവർ ചെയ്തു തരുമെന്നാണ്. അല്ലയോ സുരേഷ് ഗോപിജി, നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ആ ചെറ്റകൾ കാണിച്ചൊരു പ്രവൃത്തി കാരണം ആ ഒരു പയ്യൻ ജീവൻ അടഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ അറ്റുപോയിരിക്കുകയാണ്. അതിന് ആരാണ് സമാധാനം പറയുക? ഇനി നിങ്ങളുടെ മെഴുകലുകളൊക്കെ ഇനി ഒന്ന് കാണണം. മാധ്യമങ്ങൾ ഇതുവരെയും ചർച്ച ചെയ്തിട്ടില്ല. കാരണം മാധ്യമങ്ങളെല്ലാം ചാണകത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, വേടൻ്റെ വിഷയം വന്നപ്പോൾ
വേടനെതിരെ പരാതിയുമായിട്ട് പോയപ്പോൾ ഇവരുടെ മുഖ്യ അജണ്ട സ്ത്രീകൾക്കൊരു പരിഗണന കൊടുക്കാതെ അല്ലെ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന സ്ത്രീകളോടൊരു സ്നേഹമില്ലാത്ത അവരുടെ മാനത്തിനൊരു വിലയും കൽപ്പിക്കാത്ത വേടനെ പോലെ ഒരു വ്യക്തിയെ ഒരു കാരണവശാലും ഇവിടെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ധാർഷ്ട്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്താണ് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ വേണ്ടെന്ന് പറയുന്ന വ്യക്തി അല്ലേ, അതാണ് അവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഇത് സ്ത്രീ അല്ലെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു പുരുഷനാണ്. ആ പാവം പിടിച്ച പയ്യൻ്റെ ജീവനറ്റ് പോയിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാനോ അല്ല ആ പയ്യൻ്റെ ജീവൻ കളയാനായിട്ട് മുന്നിലേക്ക് നിന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ആ പയ്യൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളതൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ആൾ ഇട്ടിരിക്കുന്നതെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് റിട്ടേൺ ഇൻ 8 സെപ്റ്റംബർ, എഡിറ്റഡ് ഇൻ 23 സെപ്റ്റംബർ ആൻഡ് 3 ഒക്ടോബർ ആൻഡ് പാർഷ്യലി ട്രാൻസ്ലേറ്റഡ് ഇൻ 4 ഒക്ടോബർ. ബാക്കി മംഗ്ലീഷിലാണ്, പറ്റുന്നവർ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ബാക്കി മെസ്സേജിൽ ഹൈ, എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും, എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഡൗട്ട്. ഐ നോ എയറിൽ പല കഥകളും ഉണ്ടാവും, റൈറ്റ്? ദിസ് ഈസ് മൈ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് ദിസ് ഈസ് ഷെഡ്യൂൾഡ് പോസ്റ്റ്, സോ യു ക്യാൻ ബിലീവ് വാട്ട് എവർ കമ്മിങ് ഇൻ ദിസ് പോസ്റ്റ്. ഇതൊക്കെ ഞാനിടുന്ന ഷെഡ്യൂൾഡ് പോസ്റ്റുകളായിരിക്കും. ആഫ്റ്റർ ദിസ് മേ ബി ഒരു വീഡിയോ കൂടി വരുന്നതായിരിക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ലിങ്കാണ്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പോലീസിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഫോണ്, എന്തെങ്കിലും അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ 2 പോസ്റ്റുകൾ മാത്രമായിരിക്കും എൻ്റേതായി ഇനി വരുന്നത്. അത് കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ ഫോൺ യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ഇഫ് ഐ ഹാവ് ബിക്കം എ ബാഡ് പേഴ്സൺ ടു എനി വൺ ഓഫ് യു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കെല്ലാം സോറി. ദിസ് ഈസ് ടു മൈ സിസ്റ്റർ, മദർ, ഫ്രണ്ട്സ് ആൻഡ് കസിൻസ്. ഐ എം റിയലി സോറി ദാറ്റ് ഐ എം ടേക്കിംഗ് മൈ ഓൺ ലൈഫ്. ഐ എം റിയലി സോറി, ബട്ട് എൻ്റെ ലൈഫ് എടുക്കാതെ എനിക്ക് പറ്റില്ല. ഐ കാൺട്ട് സഫർ ദിസ് ഫക്കിംഗ് ലൈഫ് ലൈക്ക് ദിസ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ എം അനന്തു അജി, 26 years old. ഇൻ ഡേറ്റ് സെപ്റ്റംബർ 8, 2025, എഡിറ്റഡ് ഇൻ 23rd. ഞാൻ ഇന്നിവിടെ ഈ റൈറ്റപ്പായി വന്നിരിക്കുന്നത് എൻ്റെ മരണമൊഴിയായിട്ടാണ്. ദിസ് ലെറ്റർ വിൽ ബി മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് മംഗ്ലീഷ്. സോ പറ്റുന്നവർ മാത്രം വായിക്കുക, അല്ലാത്തവർ പിരിഞ്ഞു പോവുക. ഐ തിങ്ക് റീഡിംഗ് ദിസ് വിൽ ടേക്ക് 10 to 15 minutes. പറ്റുന്നവർ വായിക്കുക. ഇനി വായിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഐ ഡെഡ് വെൻ യു ആർ സീയിങ് ദിസ്, സോ നോബഡി കെയർസ്. മേ ബി ഐ വിൽ പോസ്റ്റ് ദിസ് ആസ് എ വീഡിയോ, ഡോണ്ട് നോ. അങ്ങനെയാണെങ്കിൽ HD ദൃശ്യമികവോടെ നിങ്ങൾക്ക് അത് ആസ്വദിക്കാം. ആദ്യം തന്നെ റീസൺ പറയാം എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ കാൺ ബിയർ ദിസ് ലൈഫ്. ഐ കാൺ ലിവ് ദിസ് ലൈഫ് വിത്ത് ദിസ് fucking anxiety and frequent panic attacks, and I am committing suicide not because of any girl or love affairs or debt anything. I am committing this because of this anxiety and depressive episodes also. Because of my medicines I can't concentrate on my work, felt like forgetting things and could not concentrate. എനിക്ക് ആരോടും ദേഷ്യമില്ല except one person and also an organization. The organization is RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഞാൻ ആദ്യം പറഞ്ഞില്ല, അതിലേക്കാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതിൽ പറയുന്നത് ദാറ്റ് മൈ ഫാദർ എ വെരി ഗുഡ് പേഴ്സൺ who made me into this fucking group where I am suffering lifelong trauma from the organization and also the person. I am suffering from this because of this fucking person and his fucking organization and this fucking organization. എല്ലാം ഈ റൈറ്റപ്പിൽ ഉണ്ടാവും, വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. പിന്നീട് അവൻ്റെ ലൈഫിലെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ്, മൈ റിയൽ ലൈഫ് സ്റ്റോറി. ഞാനൊരു വിക്റ്റിമാണ്, എ റെവ് വിക്റ്റിം. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്, ഐ മീൻ സെക്ഷൽ അബ്യൂസ്. കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഒരാൾ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. RSS എന്ന സംഘടന അവരിൽ പലരിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ എക്സ്പോസ് ദി പേഴ്സൺ അബ്യൂസ്ഡ് മീ വെൻ ഐ വാസ് 4 years old. ഐ എം എ OCD പേഷ്യൻറ്റ് ആൻഡ് ഐ എം സഫറിങ് ഫ്രം ആൻസൈറ്റി, ഡിപ്രഷൻ ഇഷ്യൂസ്. ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. റിയൽ ലൈഫിൽ അനുഭവിക്കുമ്പോൾ അതിൻ്റെ സുഖം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഐ കാൺ കോപ്പ് അപ്പ് വിത്ത് ദിസ് ലൈഫ് എനിമോർ, വിത്ത് ദിസ് ഫക്കിംഗ് ആൻസൈറ്റി. ഒരു കാര്യവുമില്ലാതെ എനിക്ക് പേടി വരുന്നു, എനിക്കറിയില്ല എന്താണെന്ന്. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, നിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യും, നിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യും എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഐ കാൺ സഫർ എ പാനിക് അറ്റാക്ക് എനിമോർ. വയ്യ, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. സോ ബിക്കോസ് ഓഫ് ദി OCD കഴിഞ്ഞ 1.5 വർഷമായിട്ട് തെറാപ്പി എടുക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞ 6 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. വിൽ ഷോ ദി മെഡിസിൻസ് ഇഫ് ഐ മേഡ് this as a video. Got this fucking OCD because a Pidrish Union was sexually abusing me constantly. When I was 3-4 years old, someone near to my old house and his name is NM. അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള NM എന്നുള്ളൊരു ഷോർട്ട് ഫോം മാത്രമാണ്, അതെന്താണെന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. He constantly abused me, have done lot of sexual things to my body. I was a sex tool for him.
ദി സാഡ് പാർട്ട് ഈസ് എനിക്ക് OCD ഡയഗ്നോസ് ചെയ്ത സമയത്താണ് ഈ അബ്യൂസാണ് OCD ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് ഹി വാസ് ലൈക്ക് മൈ ബ്രദർ ഫോർ ഇയേഴ്സ് ആൻഡ് വാസ് ലൈക്ക് എ റിലേറ്റീവ് ഫോർ മൈ ഫാമിലി. ഐ എം ഗെറ്റിംഗ് സഫോക്കേറ്റഡ് വെൻ റിമെമ്പറിംഗ് ദാറ്റ് ഫക്കിംഗ് സ്മെൽ വെൻ ഹി പെനട്രേറ്റ് ഇൻ ടു മീ. നോട്ട് ഓൺലി എന്നെ RSS ക്യാമ്പിൽ വെച്ചും ഒരാൾ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും വെറുപ്പുള്ള ഒരു സംഘടന ഇല്ല. ഞാൻ അതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനെ ഫ്രണ്ടായി ആക്കരുത്. നോട്ട് ഓൺലി ഫ്രണ്ട്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, ബ്രദർ ആണെങ്കിൽ, നിങ്ങളുടെ സൺ ആണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അത്രയ്ക്ക് വിഷം കൊണ്ട് നടക്കുന്നവരാണ് RSSകാർ, ദി റിയൽ അബ്യൂസേഴ്സ്. ആളുടെ നെയിം ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ITC ആൻഡ് OTC ഈ 2 ക്യാമ്പിൽ വെച്ചും ഞാൻ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. നോട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസും നേരിട്ടിട്ടുണ്ട്. എന്നെ കാരണമില്ലാതെ അടിച്ചിട്ടുണ്ട്, അവരുടെ ധന്ത ഉപയോഗിച്ച് എന്നെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയം തുടങ്ങുന്നത്. അതിൽ അങ്ങോട്ടേക്ക് പോകുന്തോറും അതിഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ജീവൻ എടുക്കുകയാണ് ചെയ്തത്. അതിൽ അവൻ പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഞാൻ പറയുന്നത് കള്ളത്തരമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് പറയാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ടെന്നുള്ളത് അവൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും ഈ പറയുന്ന നിർബന്ധിക്കുന്ന കുട്ടികൾ, അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ കൂടി നോക്കിക്കൊണ്ട് വേണം അച്ഛനും അമ്മയും ഈ കാര്യങ്ങൾക്കൊക്കെ നിർബന്ധിക്കാനെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവൻ ആദ്യം പറഞ്ഞൊരു കാര്യം, അതായത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയും എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജായി തരുന്നത്. ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് നിങ്ങൾക്കുള്ളൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സന്ദേശം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അനന്തു എന്ന് പറയുന്ന കുഞ്ഞനുജൻ അവിടെ ഇട്ടിരിക്കുന്നത്. അവൻ അത് പറഞ്ഞതിന് ശേഷം അവൻ്റെ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. അത്രമാത്രം അവനത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എവിടെയാണ് സംഘിമിത്രങ്ങളെ RSSൽ ഇരിക്കുന്ന ഈ തന്തയ്ക്ക് പ്രക്കാഴിയെ കാണിക്കുന്നവരെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? ഈ പറയുന്ന സംഘടനകൾ, ഞാൻ എല്ലാ RSSനെ കുറ്റം പറയുന്നില്ല, അല്ല എല്ലാ BJPയിലുള്ളവരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് മദ്രസ ആയിക്കോട്ടെ, സൺഡേ സ്കൂൾ എവിടെയുമായിട്ട്, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദു എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുള്ളൊരു ചെറിയ മാറ്റം പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു മാതാപിതാക്കൾ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ഏറ്റവും നല്ല മാതാപിതാക്കളാവുന്നത്. അല്ലാതെ കുട്ടികളെ ചെറുപ്പകാലം മുതൽ വളർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തി അവർക്ക് സ്ത്രീധനവും കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നതിലല്ല മാതാപിതാക്കളുടെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ കുട്ടികളിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും ചിന്തിക്കാൻ അല്ല മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ ഒരു കുഞ്ഞെന്ന് പറയുന്ന അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ 4 വയസ്സ് മുതൽ ഈ ഒരു അബ്യൂസിന് ഇരയാക്കപ്പെട്ടിട്ടും ഇത്രയും നാളായിട്ടും അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ കുടുംബത്തിലുള്ള ആർക്കും അത് മനസ്സിലായില്ല എന്നുള്ളൊരു വലിയ വിഷമകരമായിട്ടൊരു കാര്യം തന്നെയാണ്. അവനത് തുറന്നു പറയാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടും അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ ഒരു വിഷയം എങ്ങും എത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ 2-3 പേര് ചർച്ച ചെയ്യും, ഈ വിഷയം ഇവിടെ തീരും. എന്നാൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ തീർന്നാൽ പോരാ. അതിനെതിരെ ചെയ്തിട്ടുള്ള ഈ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള എല്ലാവന്മാർക്കെതിരെ നടപടികൾ ഉണ്ടാവണമെന്ന് ഞാൻ എടുത്തു പറയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല സംരക്ഷണം വേണ്ടത്, സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും ഇതുപോലെയുള്ള ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട്. അവർക്കും സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ RSSൽ ഏതവന്മാരാണെങ്കിലും അവന്മാരെ പബ്ലിക്കിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.